ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാനാണെങ്കിൽ 1-2 മിനിറ്റ് മതി. വീട്ടിലുള്ള 1-2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഈസി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഒരല്പം പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത്, പഴുത്തതാണോ അല്ലാത്തതോ ഏത് വേണമെങ്കിലും നമുക്കിതിൽ യൂസ് ചെയ്യാം. കൂടുതലും പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇതുണ്ടാക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞ് നമുക്കിതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പഴങ്ങളൊക്കെ കുഞ്ഞു പീസായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി വലുതാക്കണ്ട കേട്ടോ. നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടായതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഈ കട്ട് ചെയ്തെടുത്ത പഴത്തിലേക്ക് 1 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ഉണ്ടെങ്കിൽ അതും മതിയാകും. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 2 പിഞ്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു കയ്യോ അല്ല എന്തെങ്കിലും ടൂളോ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനത് ഈ ചൂളാണ് യൂസ് ചെയ്യുന്നത്. പഴവും മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഒരല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് തന്നെ യൂസ് ചെയ്യാം. പഴം എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വേണം കേട്ടോ മാവ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കുഴച്ചെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പാകത്തിന് വേണം ഈ ഒരു മിക്സ്ചർ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ പാമോയിലോ ഏത് എണ്ണയാണോ നിങ്ങൾക്കുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ആ സമയം നമുക്ക് പാനിലെ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഒന്ന് ബോളായിട്ട് ഒരു ലഡുവൊക്കെ ഉരുട്ടുന്ന കണക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വേണമെങ്കിൽ ഒരല്പം ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒന്ന് ഒട്ടാതിരിക്കാനായിട്ട്. ഈ കണക്ക് നമുക്ക് എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാം. ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എല്ലാം നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയും തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. എണ്ണ തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ച ശേഷം ലോയിൽ വെച്ച് കൊടുക്കുക. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ഒരല്പ സമയം എടുത്ത് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന നിറത്തിനനുസരിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകരുത്. മറു സൈഡ് ഫ്രൈ ആകുന്ന സമയവും സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിരിക്കുക. മറു സൈഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒത്തിരിയാണ്. ആ സമയം നമ്മൾ എന്തായാലും ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിരിക്കാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊന്ന് ഏകദേശം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ കളറായിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് വാർത്ത് കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈസി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്കും വലിയവർക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്കും അത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കണ്ടില്ലേ, പഴം ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു.